ഹലോ നമസ്കാരമുണ്ടേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ ഷൂട്ടുണ്ട്. മൺട്രോത്തുരുത്തില് പ്രണവം റിസോർട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളുമായിട്ടാണ് ഷൂട്ടിങ്. അപ്പൊ നമുക്ക് പോയാലോ? കമോൺ. മാമൂട് പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയിട്ട് എനിക്ക് തോന്നുന്ന 20 മിനിറ്റോളമായി ഞാനിവിടെ കിടക്കുന്നു. അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയറ്റ അവാർഡ്. പ്രായമുള്ള ആൾക്കാരാട്ടോ ഇവിടെ നിൽക്കുന്നത്. നല്ല അവാർഡ് ഓരോരുത്തരെ എടുത്ത് മാറ്റി അത് വെച്ച് ഇത് വെച്ച് ഇതൊക്കെ വേറെ യൂണിവേഴ്സ്. കുറ്റം പറയരുതല്ലോ, പ്രായമുള്ളവരല്ലേ. അപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ റോഡ് വളരെ ചെറുതുമാണ്, പിന്നെ അത്യാവശ്യം നല്ല വണ്ടികളുള്ള സ്ഥലവുമാണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കണം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്നത്. ഞാൻ ആ പമ്പിൽ കയറി ഓൾമോസ്റ്റ് ഒരു 10-20 മിനിറ്റോളം വേസ്റ്റ് ചെയ്യാം. അപ്പം പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരുപാട് സമയം ഞാൻ ലേറ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാത്തത്. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ലൊക്കേഷൻ എത്താറായി, കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റിസോർട്ട്. സെക്യൂരിറ്റി ഉണ്ടോ? ഇവിടെ സെക്യൂരിറ്റിനെ ഒന്നും കണ്ടില്ല ഗൈസ്. അവസാനം ഞാൻ തന്നെ പോയി ഗേറ്റ് തുറന്നു. നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി ക്രൂ ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ ഞാനാണ് താമസിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷെ അവരെത്തുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവരെത്തുന്നത് വരെ ഇവിടുത്തെ ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കാം. കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇവിടെ നല്ലൊരു കുളമൊക്കെ കാണുന്നുണ്ട്. ഇനി ഇതാണ് റൂമൊക്കെ എന്ന് തോന്നുന്നു. ഇതിനകത്തോട്ടൊരു വഴിയുണ്ട്. ഇനി അങ്ങോട്ട് വല്ലതും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു ഹാള്, വലിയ ആള് അനക്കൊന്നും ഇല്ല. എന്തായാലും ഞാൻ പോയി ഒന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ വളരെ ശാന്തമായ ഒരു ആംബിയൻസും ഒരു കായൽവാര ഫീലും ഒക്കെ, ഫുഡൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെക്യൂരിറ്റി ചേട്ടനാന്ന് തോന്നുന്നു, ആരോ എൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് വേണമെന്നൊക്കെ, ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു, ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തൊക്കെയാ അവർ വന്നിട്ട് എവിടെയാണ് റൂം എടുത്തിരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗം, ഈ ഒരു റൂമൊക്കെ എടുത്ത് ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ബിയറൊക്കെ അടിച്ച് ഒരു കരിമീൻ പൊള്ളിച്ചതൊക്കെ ടച്ചിങ്സ് ആയിട്ട് അടിച്ച് ഫ്രണ്ട്സുമായിട്ട് ചില്ലടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഒരുപാട് വേറെ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും നല്ല രസമുണ്ട്, ഒരു വൈബാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഡേറ്റിങ്ങിനൊക്കെ വേണമെങ്കിൽ ഇവിടെ വരാം. അത്രയ്ക്ക് നല്ല ഒരു ശാന്തവും സുന്ദരവുമായ സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ ക്യാമറാമാനും ടീമൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നടി. എല്ലാവർക്കും അറിയാവോ? ബാഗ് ഞങ്ങളുടെ മിട്ടു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ദാണ്ട് ഇറങ്ങുന്നു. മറ്റവരെ ഇറങ്ങാൻ പ്ലാനിടുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബബിത ചേച്ചി നമുക്ക് വയറ് നിറച്ച് ഫുഡൊക്കെ മേടിച്ച് തന്നു. ഇന്നത്തെ ഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു? സബ്സ്ക്രൈബ് ചെയ്യണേ.
എന്തെങ്കിലും ചോദിച്ചോ? അണ്ണന്റെ ആളുകളോട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ചാനൽ പേര് പറ. നീ ഒന്ന് മെയിൻ ആവണം. ഞാൻ മെയിൻ. അനഘാജി 628. ഇതിന് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും എടുത്ത് പറയാൻ തന്നെ. അങ്ങനെ ഇന്നത്തെ തള്ളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി വീഡിയോസ് ഉടൻ തന്നെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ബൈ ബൈ.